Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us. ഹായ് ഓൾ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ രാവിലെ സ്കൂളിലേക്കൊക്കെ കുട്ടികളെ റെഡിയാക്കുമ്പോൾ പെട്ടെന്ന് പണി തീരാനും വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറേ ടിപ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഓർഗനൈസേഷനും കാണിക്കുന്നുണ്ട്. നമുക്ക് കിച്ചൺ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ നല്ല വില കുറവിൽ വാങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോകുന്ന വിലയിലാണ് കേട്ടോ. ആമസോണിലൊക്കെ ഓരോ പ്രൊഡക്റ്റ് കാണില്ലേ, അങ്ങനത്തെ പ്രൊഡക്റ്റ് നമുക്ക് നല്ല വില കുറവിൽ കിട്ടും. ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പിൽ ജസ്റ്റ് ഒരു ഹായ് ഇട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റില്ലേ, നമ്മൾ പീൽ ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ താഴെ പോലെ വേസ്റ്റൊക്കെ അതില്ലാതെ ഇതുപോലെ കപ്പിലേക്ക് കളക്ട് ചെയ്തിട്ട് വരുന്ന പോലെയുള്ളൊരു പ്രൊഡക്റ്റാണ്. വെറും 79 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ, ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കളയാനും പറ്റും. താഴെയൊക്കെ പോയിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യേണ്ട ആ ഒരു ടൈമും കാര്യങ്ങൾ നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്പെൻസറാണ്. അതായത് പാത്രം കഴുകാനും നമ്മൾ യൂസ് ചെയ്യുന്ന 2-3 സാധനങ്ങളൊക്കെ വയ്ക്കും, താഴെ ഇത് പോവും, പിന്നെ കുറേ ലിക്വിഡൊക്കെ പോകും എന്നുള്ള ആ ഒരു ഇതുമില്ലാതെ വേസ്റ്റേജ് ഇല്ലാതെ ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ ആവശ്യത്തിന് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ സ്ക്രബ്ബർ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതും നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ടൈമും സേവ് ചെയ്യാനും പറ്റും. പിന്നെ ഇതേ അടുത്തൊരു പ്രൊഡക്റ്റാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഭയങ്കര നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പശയും കൂടിയുണ്ട്. അപ്പോൾ ഇനിയൊരു പ്രൊഡക്റ്റും കൂടെ കാണിച്ചിട്ട് രണ്ടും കൂടെ പറഞ്ഞുതരാം. ഈ ഒരു തുണിയില്ലേ, നമ്മളിപ്പോൾ എന്തും വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടവലാണ്. നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും. പാത്രമൊക്കെ തുടയ്ക്കാനും ടിഫൻ തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഈ പ്രൊഡക്റ്റ് ഇതുപോലെ ചുമരിൽ നമ്മുടെ ഏതെങ്കിലും ടൈലിൽ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ ഇത് ഇങ്ങനെ കൈയിട്ടതിന് ശേഷം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പേർന്ന് പോവും. നന്നായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കും. എന്നിട്ട് ഇതെന്താ ചെയ്യാമെന്നറിയോ, ഇതുപോലെയുള്ള നമ്മുടെ ടവൽസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ പുള്ള് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് കൈ തുടയ്ക്കാനും പെട്ടെന്ന് എടുക്കാനും ഒക്കെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ ഞാൻ കിച്ചണിൽ ഒരു സൈഡ് ഇതുപോലെ 2 ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. ഇത് 2 ടൈപ്പിൽ യൂസ് ചെയ്യാം. നമുക്ക് സ്പ്രേ ചെയ്യാനും പറ്റും, അതുപോലെ ഒഴിച്ചിട്ട് ഇതാക്കാനും പറ്റും. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അടുത്തത് വന്നിട്ട് എഗ് ബോക്സാണ്. ഇതിൽ ഒറ്റയടിക്ക് 30-ന് മുകളിൽ മുട്ടകൾ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ വെച്ചിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഒറ്റയടിക്ക് കുറേ എണ്ണം ഒരേ ഭാഗത്ത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഫ്രിഡ്ജിലൊക്കെ ചിലപ്പോൾ നമുക്ക് വെച്ചിട്ട് തികയില്ല. അപ്പോൾ മുട്ടയൊക്കെ എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ ടൈമിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കേണ്ട സാധനമല്ലേ. ഇപ്പോൾ ഡയറ്റൊക്കെ ഇരിക്കുന്നവർക്ക് അതുപോലെ ഡെയിലി ഒരു 2-3 മുട്ടയൊക്കെ കഴിക്കേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ വാങ്ങാൻ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചൊരു പാത്രമാണ് കേട്ടോ. ഈ പാത്രത്തിന് വെറും 199 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ ആമസോണിലൊക്കെ നോക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഉറപ്പായിട്ടും പ്രൈസ് ഉണ്ട്. ഇവർ വന്നിട്ട് നല്ല ചെറിയ ലാഭം എടുത്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതേ അടുത്തത് നമ്മളിത് 2ഉം കൂടെ ഉപയോഗിക്കുന്ന ഒരു ഇത് കാണിച്ചു തരാം. ഇക്ക വരുമ്പോഴേക്കും മുട്ടയൊക്കെ ഒന്ന് പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കഞ്ഞി മുട്ടയാണ് കേട്ടോ നമ്മുടെ മെയിൻ ഫുഡ്. കാരണം ഇന്ന് കുറേ ഓർഗനൈസേഷൻ പണികളുണ്ട്, എനിക്ക് വേറെ ഒന്നും ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, സ്പ്രേ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്ന കുറച്ച് മാത്രം എണ്ണ ആവശ്യമുള്ളവർക്ക് അതുപോലെ കുറച്ച് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പൊരിക്കാനോ ഷാലോ ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലായോ, ഒരു 49 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് ചൂടുള്ള സാധനങ്ങളൊക്കെ നേരിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു സാധനത്തിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് ചൂടിറങ്ങില്ല കേട്ടോ. അപ്പോൾ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ എന്തായാലും അത് പ്രശ്നമാവും കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവരും നോട്ട് ചെയ്ത് വെച്ചോ, നല്ല വില കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ രാത്രി തന്നെ കുറേ പരിപാടികളൊക്കെ ചെയ്തു വയ്ക്കും. കാരണം രാവിലെ എണീറ്റിട്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ അത്യാവശ്യം സമയം എടുക്കുമല്ലോ. ആ സമയം നമ്മൾ സേവ് ചെയ്യാനും വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയുള്ളി, പിന്നെ എന്താ പറയുക, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവല്ലോ, പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് അരിഞ്ഞിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ എണിച്ചിട്ട് ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മളിതേ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷെൽഫിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉള്ളിയില്ലേ, ഇതുപോലെ നമ്മൾ ഒരു 2-3 ദിവസത്തിനുള്ളത് തൊലി മാത്രം കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഈർപ്പം നന്നായിട്ട് ഇതുപോലെ തുടച്ചെടുക്കണം. തുടച്ചെടുത്തതിന് ശേഷം ഞാനിതൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കി എന്തെങ്കിലുമൊക്കെ നനവ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പച്ചമുളകും നമുക്ക് രാവിലെ എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതും കൂടെ ഇതുപോലെ
അതിൻ്റെ ആ ഒരു നെട്ടി കളഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളവും നന്നായിട്ട് തുടച്ചെടുക്കുക. നമ്മൾ നോർമലി ടിഷ്യൂ പേപ്പറിലൊക്കെ അല്ലേ നമ്മൾ ഇതിനകത്താക്കിയിട്ടൊക്കെ വെക്കുക. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഈർപ്പം കളഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഈ ബോക്സിൻ്റെ പ്രൈസ് വന്നിട്ട് 143 രൂപ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 4 കണ്ടെയ്നേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് വരുന്നുണ്ട്. എയർ പോകാനും ഒക്കെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ചീഞ്ഞ് പോവില്ല. അപ്പോൾ ഇത് വന്നിട്ട് ഓരോ കണ്ടെയ്നറിലും ഉള്ളി, മുളക്, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇത് നമുക്ക് എന്തായാലും രാവിലെ എണീച്ചാൽ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ബോക്സിലാക്കി ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും താളിക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പണി തീരും. പിന്നെ രാവിലെ എണീച്ചിട്ട് എനിക്ക് പൊതുവേ തിരഞ്ഞ് ഓടി നടക്കലൊരു പ്രത്യേക പണിയാണ്. അപ്പോൾ ഇതാകുമ്പോൾ ജസ്റ്റ് ഒരു ബോക്സ് മാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബോക്സിലേക്ക് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. പ്രൈസ് വന്നിട്ട് വളരെ ചെറിയ പ്രൈസ് ഉള്ളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അടുത്ത് വന്നിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ ഫ്രീസറിലൊക്കെ ഇറച്ചി, മീൻ കാര്യങ്ങളൊക്കെ വെക്കാനും വെജിറ്റബിൾസൊക്കെ വെക്കാൻ പറ്റിയ ഇതുപോലെയുള്ള 2 കണ്ടെയ്നറാണ്. അടിയിൽ ഇതുപോലെ ഒരു ട്രേ ഉണ്ട്. അപ്പോൾ ഇറച്ചിയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെക്കുമ്പോൾ അത് വെള്ളത്തോട് കൂടെ ഇങ്ങനെ കട്ടയായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ ഇതിൻ്റെ മുകളിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം താഴെയും ഇറച്ചിയും മീനും മുകളിൽ മാത്രമേ ആയിരിക്കും. എൻ്റെ ഇപ്പോൾ ഇറച്ചി മീനും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ വെജിറ്റബിൾസ് ഇതുപോലെ ഇട്ട് കാണിക്കാം. വെജിറ്റബിൾസ് ഇതുപോലെ ഓരോന്നും കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം, കഴുകണം നിർബന്ധമില്ല, നമ്മൾ പിന്നെ എടുത്തിട്ട് കഴുകിയാലും മതി. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. ഓരോ ദിവസം ഓരോ പ്ലാനായിരിക്കും നാളെ എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ബോക്സിൽ ഇട്ട് വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടും നാളേക്ക് എന്താ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടെ നമ്മുടെ കക്കരി പിന്നെ നമ്മുടെ ആസ്ഥാന സംഭവമാണല്ലോ, എല്ലാറ്റിനും വേണ്ടി വരും. അപ്പോൾ അതും കൂടെ ആക്കിയിട്ട് ഇതുപോലെ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കണ്ടെയ്നേഴ്സാണ്. മൊത്തത്തിൽ ഒരു എന്താ പറയുക, കുറേ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, 1 2 3 4 5 6 വരുന്നുണ്ട്. ഈ 6 പീസിന് 340 രൂപ മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ കറപറാന്ന് വെക്കാതെ നല്ല ഭംഗിയിൽ ഇങ്ങനെ അടുക്കി വയ്ക്കാൻ നമ്മൾ പൊതുവെ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ അത് നോക്കിയിട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ ഈ ഒരു വലിയ കണ്ടെയ്നറിൽ നമ്മുടെ ക്യാപ്സിക്കവും മുളക് വർഗ്ഗങ്ങളും മൊത്തത്തിൽ അതിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബോക്സിലേക്ക് തക്കാളിയും ഇതുപോലെ തുടച്ചതിന് ശേഷമാണ് വെക്കുന്നത്. ഈർപ്പം നിൽക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ മിക്കവാറും ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇതിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ആക്കിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഈ നമ്മുടെ മക്കാന കൊടുത്ത് വിടാറുണ്ടല്ലോ, അപ്പോൾ അത് ഫ്രിഡ്ജിലാണ് ഞാനിപ്പോൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ 2 ബോക്സിലായിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇത് സ്നാക്സ് ആയിട്ട് പൊരിക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നമ്മൾ കുറേ ആയി ഇത് ഇട്ടിട്ട്. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് നട്ട്സ്, വാൽനട്ട് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് വയ്ക്കുന്നുണ്ട്. കവറിലിട്ട് വയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം, ഇതുള്ളത് ചിലപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ ഇതുപോലെ ട്രാൻസ്പാരൻറ്റ് ബോക്സിലാണ് ഇട്ട് വയ്ക്കുന്നത്. പിന്നെ കുറച്ച് റേസിൻസ് ഉണ്ടായിരുന്നു, അതും കൂടി ഈ ബോക്സിലേക്ക് അടുക്കി മൊത്തത്തിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനും വേണ്ടിയിട്ട് അത് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് 18 പീസിന് 68 രൂപയാണ്. ഇത് മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും വിലയല്ല, നല്ല വിലയുണ്ടായിരുന്നു. 210 ഉണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഈ കവറിൽ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ബാലൻസ് ഉണ്ടാവുമല്ലോ കവറിൽ, അപ്പോൾ അത് വന്നിട്ട് ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ക്ലിപ്സാണ്. 3 ടൈപ്പിൽ വരുന്നുണ്ട്. ബിഗ് സൈസ്, സ്മോൾ സൈസ്, കുറച്ചും കൂടെ നല്ല ചെറിയ മിനി ടൈപ്പിലും കൂടെ വരുന്നത്. ഇത് നമുക്ക് പിന്നെ പുറത്തേക്ക് ഇങ്ങനെ പോകില്ല കേട്ടോ, സീൽ ചെയ്ത പോലെ ഉണ്ടാവും. പിന്നെ അടുത്തൊരു പ്രൊഡക്റ്റ്, ഇത് ഈ ഒരു സിലിക്കോൺ മൗൾഡാണ്. നമുക്ക് ഐസ് കട്ടയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ജെല്ലി പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്കിത് വെക്കാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 108 രൂപയാണ് കേട്ടോ വരുന്നത്. ഇത് വന്നിട്ട് ലിഡും കൂടിയുണ്ട്. മൂടി വയ്ക്കുമ്പോൾ പിന്നെ ലീക്ക് ആവും എന്നുള്ള പ്രശ്നമില്ല. അപ്പോൾ ഫ്രീസറിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് ഇതേ ഫ്രിഡ്ജ് എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് അടുക്കി വെക്കുന്ന പരിപാടിയാണ്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ട് ഒരേപോലെ പാത്രങ്ങൾ ഇങ്ങനെ ഒക്കെ ഇട്ട് വെക്കണം, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച നിൽക്കുമെന്ന് പോലും അറിയില്ല. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവർ മൊത്തത്തിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടൊക്കെ ഇതാക്കും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പെട്ടെന്നൊന്നും അലമ്പാക്കരുത്, മിനിമം ഒരാഴ്ചയെങ്കിലും വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. ട്രാൻസ്പാരൻറ്റ് ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റേജ് വരില്ല. സാധനങ്ങളുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഡോറിൽ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോസ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ലാത്ത പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സംഭവം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പീസിന് 55 രൂപ മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഈ തട്ടില്ലേ, അതിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള ഡെയിലി എടുക്കുന്ന സാധനങ്ങൾ ഉള്ളിലിട്ടിട്ട് ഇതുപോലെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്പേസ് സേവറാണ് കേട്ടോ. ഇത് നല്ല ഉപകാരമാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടോ.
അപ്പോൾ ഇതേ നമ്മൾ അത്യാവശ്യം ഫ്രിഡ്ജിൻ്റെ ഒരു സൈഡ് മൊത്തം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ ഫ്രീസറിൻ്റെ ഭാഗം മുമ്പൊരു ദിവസം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ആ ഒരു പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് ടൈം കിട്ടുന്ന സമയത്താണ് കേട്ടോ നമ്മളിതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമായാലും പറയണേ. ഇനി അടുത്തൊരു സംഭവം ഇതുപോലെ നമുക്ക് ഹാങ് ചെയ്യാൻ ഇപ്പോൾ കിച്ചണിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാധനമാണ്. 86 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പീസിന് വരുന്നത്. ഇത് നമുക്ക് ഓരോന്നായിട്ട് വേണമെങ്കിലും ഇൻഡിവിജ്വലായിട്ട് വെക്കാൻ പറ്റും, ഇനി മുഴുവനായിട്ട് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ ഇത് വെക്കുന്നുണ്ട്. കൈയൊക്കെ പെട്ടെന്ന് നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ, ഈ തുണി ടവൽ ഞാനിവിടെ ഹാങ് ചെയ്തിടാനും വേണ്ടിയിട്ട് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗി വന്നിട്ടോ നമ്മളത് വെച്ചതിന് ശേഷം. ഇനി അടുത്തൊരു സംഭവം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു ചൂലാണെന്നോ അല്ലെങ്കിൽ തുടയ്ക്കാൻ അങ്ങനെ നമുക്ക് പറയാം, ചൂലായിട്ട് ഉപയോഗിക്കാം. 157 രൂപ മാത്രമേ വിലയുള്ളൂ. നമുക്കിത് ഫ്ലെക്സിബിളാണ്. സോഫയുടെ അടിയിൽ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ ചൂല് പോലും കൊള്ളാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഡസ്റ്റുകൾ ഇപ്പോൾ തുടയ്ക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് അടിച്ചു വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ നന്നായിട്ട് ഡസ്റ്റൊക്കെ അബ്സോർബ് ആയിട്ട് വരുന്നുണ്ട്, നല്ല ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ ഊരി അതിൻ്റെ ഡസ്റ്റൊക്കെ ഒന്ന് അലക്കിയിടാനായിട്ടും പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ വാഷ് ചെയ്തിട്ട് നമുക്ക് ഉണക്കാനായിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഉണക്കാനിടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു പുതിയ മോഡൽ അയൽ കാണിച്ചു തരട്ടെ. 58 രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില. ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. രാത്രിയൊക്കെ നമുക്കിപ്പോൾ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ ചെയറിലൊക്കെ ഇട്ട് വയ്ക്കില്ല. അതിന് പകരം 2 ജനൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഇടുന്ന സമയത്ത് നമുക്ക് ആക്കിയിട്ട് ജോയിൻ്റ് ചെയ്തിട്ട് ഇതുപോലെ ഹാങ്കേഴ്സിൽ ഓരോ ഹോളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറേ ഒരു 5 തുണി ഇടുന്ന അവിടെ ഒരു 10, 20, 25 തുണികൾ ഒന്നിച്ച് നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പിലുള്ള, എപ്പോൾ വേണമെങ്കിലും ഏത് റൂമിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു അയലാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. മാറാല അടിക്കാൻ പറ്റിയ നല്ല ഫാനിലൊക്കെ ഉണ്ടല്ലോ, ഹൈറ്റ് നമ്മളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മാറാല അടിക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും, എപ്പോഴും ആണുങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഇത് വെറും 168 രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് എങ്ങനെയും ഫ്ലെക്സിബിളായിട്ട് വളച്ചിട്ട് എല്ലാ ഭാഗങ്ങളും ഇതുപോലെ മാറാല തട്ടാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവില്ല, സീലിങ്ങൊക്കെ ഇട്ടവർക്ക് നല്ല ഉപകാരമുള്ളൊരു സാധനമാണ്. ഇതുപോലെ അതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ പൊടി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇതിൽ അബ്സോർബായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ ഫാന് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും പറ്റും. ഫാന് മാത്രമല്ല, ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വാച്ചൊക്കെ ഇല്ല, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ വാച്ചിൻ്റെ ആ ഒരു ഭാഗങ്ങളും കൂടെ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ തുടച്ചെടുക്കാറുണ്ട് കേട്ടോ. ഇതും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനിയിപ്പോൾ അടുത്തത് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഹാങ് ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു സംഭവമാണ്. 69 രൂപ മാത്രമേ ഉള്ളൂ 3 പീസിന്. പിന്നെ മെയിൻ പ്രോബ്ലം നമ്മൾ സ്ത്രീകൾക്ക് ആണി അടിക്കലാണ്, നമുക്ക് പറ്റില്ല. പിന്നെ ആണുങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് 2 കൊല്ലത്തോളം ആണി അടിക്കാത്ത പല സംഭവങ്ങളും എൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും, നന്നായിട്ട് ഒട്ടുന്നുണ്ട്. എന്നിട്ട് ഇത് അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഇതുപോലെയുള്ള ചൂലോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. താഴെ ഇങ്ങനെ വലിച്ചിട്ട് കുട്ടികൾക്ക് വലിച്ചിടാനൊന്നും ഉള്ള ഒരു ഇതില്ലാതെ ഇതുപോലെ ഹാങ് ചെയ്താൽ ഡീസൻ്റായിട്ട് അവിടെ നിൽക്കും. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രൈസാണ് കേട്ടോ. അടുത്തത് നമുക്ക് കിച്ചണിൽ സോപ്പ് മറ്റ് സംഭവങ്ങൾ അല്ലെങ്കിൽ പാത്രം കഴുകുന്ന എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം 133 രൂപ മാത്രമേ ഉള്ളൂ. ഇതും നമുക്ക് ആണി അടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവത്ത് നന്നായിട്ട് ഈ ടൈലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ ഒട്ടിക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പേർന്ന് വരും. അവിടെ നന്നായിട്ട് തുടച്ച് വെള്ളവും പൊടിയൊന്നും ഇല്ലാതെ ആക്കിയിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് മൾട്ടിപർപ്പസ് പോലെ കുറേ സംഭവങ്ങൾ നമുക്കിതിൽ വെക്കാനായിട്ട് പറ്റും. ഈ താഴത്തെ ട്രേ വലിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം കളയാം. മുകളിൽ ഇത് വലിച്ചിട്ട് നമുക്ക് കൈ തുടയ്ക്കാനുള്ള തുണി ഇതിൽ ഇതുപോലെ മാറ്റി വെക്കാനും പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഫസ്റ്റ് ഒരു ഇത് മാത്രം ഞാൻ കാണിച്ചു തരാം, പിന്നെ ലാസ്റ്റ് ഇനിയൊരു ഉപകാരമുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം. ഇതിന് 39 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ സ്റ്റഡി ടേബിളിലോ അല്ലെങ്കിൽ ഡോറിൻ്റെ പുറകിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും ഹാങ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ വേറൊരു ഗുണം കൂടിയുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു പ്രൊഡക്റ്റാണ്. 2 പീസിന് 47 രൂപ മാത്രമേ ഉള്ളൂ. ബാക്കിൽ ഇതും നമുക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സംഭവമാണ്. പൊതുവെ മൊബൈലൊക്കെ ചാർജ് ചെയ്തിട്ട് വെക്കാൻ ഒരു ഇതില്ലാത്ത പ്ലഗിൻ്റെ അടുത്തൊന്നും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർജറിൻ്റെ മുകളിലല്ല ഇങ്ങനെ വെക്കുന്നത്, അപ്പോൾ മൊബൈൽ വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചാർജ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പൊട്ടിപ്പോവോ താഴെ വീഴോ ഒന്നും ചെയ്യുന്നില്ല, നന്നായിട്ട് സ്റ്റിക്ക് ആവുന്നുണ്ട്. ഇനി അടുത്ത് വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ്. 118 രൂപയാണ്. ഇപ്പോൾ ഷെൽഫിൽ അല്ലെങ്കിൽ ഡ്രോയേഴ്സിൽ എന്തെങ്കിലുമൊക്കെ വെക്കാൻ, നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും.
കാരണം ഇത് ഇതുപോലെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കമ്പാർട്ട്മെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ബെഡ്റൂമിലാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ ചെറിയ ചെറിയ ബനിയനോ അല്ലെങ്കിൽ ഷെഡിയോ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാനുള്ള നമുക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാനും പറ്റും. ഇനിയിപ്പോൾ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ളത് പറ്റും. കുട്ടികളുടെ ഫാൻസി ഓർഗനൈസേഴ്സ് വെക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിൽ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മുടെ കുട്ടി കുട്ടി സാധനങ്ങൾ ഇതുപോലെ വെക്കുന്നുണ്ട്. പിന്നെ സ്പൂൺസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കാം. ഇതേ നമുക്ക് തുണിയാണെങ്കിലും ഫാൻസി ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്കൊരു മോഡൽ കാണിച്ചു തന്നതാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ വാഷിംഗ് മെഷീനിന് ഫ്രണ്ട് ലോഡാണെങ്കിലും ടോപ്പ് ലോഡാണെങ്കിലും അതിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള കവറാണ് കേട്ടോ. വാഷിംഗ് മെഷീൻ്റെ കവറാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ ഈ വാഷിംഗ് മെഷീനിൽ ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട്. ഇതിന് 199 രൂപ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിൽ സിബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലെയുള്ള ഒരു ടൈപ്പിലുള്ള മോഡലാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മെറ്റീരിയലാണ് കേട്ടോ. ടോപ്പ് ലോഡിനും ഉണ്ട്. ഞാനിപ്പോൾ ഫ്രണ്ട് ലോഡിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം. തിരുമ്പാൻ പോകുന്ന സമയത്ത് നമുക്കിതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിത് തുണികളിടാം. പൊടി പിടിക്കാതെയൊക്കെ ഇരിക്കാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അലക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സിബിട്ടിട്ട് വെക്കാനായിട്ട് പറ്റും. അടുത്ത ഈ ഒരു പ്രൊഡക്റ്റ് കുറേ ദിവസമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചാണ് ആമസോണിലും ഇപ്പോൾ ചൈനക്കാരൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല, ഈ ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ബ്രഷ് 159 രൂപ മാത്രമേ വിലയുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോർണേഴ്സ് വൃത്തിയാക്കാനും വേണ്ടിയിട്ട് ബാത്റൂമിലാണെങ്കിലും ബെഡ്റൂമിലൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ബാത്റൂമിലേക്കാണ് ആക്കിയത്. ഇതുപോലെ കോർണറിൽ കറക്റ്റായിട്ട് കൊണ്ട് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഒരതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇടയിൽ നിൽക്കുന്ന അഴുക്കുകളൊക്കെ പോകാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. പിന്നെ വൈപ്പറും കൂടിയുണ്ട്. നിങ്ങൾക്ക് ബാത്റൂമും വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് തിരിച്ചിട്ട് വൈപ്പർ കൊണ്ട് ആ വെള്ളം മൊത്തത്തിൽ കളയാനായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഉപകാരമാണ്. വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ. വിലയും കുറവാണ്. നമ്മൾ വേറെ സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഉറപ്പായി നല്ല വിലയുണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു സംഭവത്തിൻ്റെ മെയിനായിട്ടുള്ളൊരു ഉപകാരം ഞാൻ പറഞ്ഞുതരാം. ക്ലോസറ്റ് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തുറക്കാനൊക്കെ ഭയങ്കര മടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റിൻ്റെ ഈ ഭാഗം പിടിച്ചുകൊണ്ട് നമുക്ക് തുറക്കണ്ട. അതിന് പകരം ഈ ഒരു സംഭവം മുകളിൽ പിടിച്ചുകൊണ്ട് തുറക്കാം. ഈ അറപ്പൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ടുള്ള ഉപകാരം അതാണേ. ഇനിയിപ്പോൾ അടുത്ത ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബാത്റൂമിലാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റഡി ഏരിയയോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെയുള്ളൊരു സംഭവമാണ്. 86 രൂപ മാത്രമാണ് വിലയുള്ളത്. വേറെ കളേഴ്സിലും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആണി അടിച്ച് അതിൻ്റെ ഒരു ടെൻഷനില്ല. സ്റ്റിക്കറാണ്. ആ ഒരു ഭാഗം ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബ്രഷ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഹെൽപ്ഫുള്ളാവും. പിന്നെ ഇത് വന്നിട്ട് എന്താണെന്നുള്ളത് മനസ്സിലായി. നിങ്ങൾ എന്നോട് കുറേ കാലമായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നൈഫ് ഹോൾഡറില്ലേ, കത്തി വെക്കുന്ന സംഭവം. അതാണ്. ഇതിൽ മാഗ്നറ്റാണ്. നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കൊണ്ടിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മറ്റേത് ആണി അടിക്കുന്നതായതുകൊണ്ട് എനിക്കിപ്പോൾ ടൈൽ ആണി അടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്തത് കാണിച്ചാൽ അതുപോലെയാണ് അതിൻ്റെ ഒരു ഉപയോഗം. പിന്നെ അതിനേക്കാളും നല്ല മാഗ്നറ്റ് പവർ ഇതിനുണ്ട് കേട്ടോ. സംഭവം നന്നായിട്ട് വേഗം സ്റ്റിക്ക് ആവുന്നുണ്ട്. ഇതിന് വിലയും കുറവ് തന്നെയാണ് കേട്ടോ. 168 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ കിച്ചണിൽ മിക്സീൻ്റെ താഴെ മിക്സീൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും ബ്രഷൊന്നും പോവില്ല. കഴുകുന്ന സമയത്ത് ചിലപ്പോൾ കൈയൊക്കെ കീറിപ്പോവും. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവർക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ബ്രഷാണ്. സിലിക്കോൺ ബ്രഷാണ്. 68 രൂപ മാത്രമേ വിലയുള്ളൂ. ഈ താഴെ ഭാഗത്ത് ഇങ്ങനെ പൂപ്പൽ പോലെ അല്ലെങ്കിൽ പായൽ പോലെയൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ല കുഴകുഴാന്നൊക്കെ, അത് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ബ്രഷിൽ നമ്മൾ കഴുകുമ്പോൾ ഫ്ലെക്സിബിളായിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ മടങ്ങുന്നതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വില കുറവിൽ ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ലാ ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.